തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മിക്കയിടത്തും വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. ഒരു കോർപ്പറേഷൻ അടക്കം ജില്ലയിലെ ആകെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു കണക്ക് കൂടി നമുക്കിന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ജില്ലാ പഞ്ചായത്തിൽ ഇവിടെ കഴിഞ്ഞ രണ്ട് തവണയായി ഇവിടെ LDF ആണ് ഭരിക്കുന്നത്. 21 സീറ്റ് നേടിക്കൊണ്ടാണ് LDF നിലവിൽ ഈ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്. കഴിഞ്ഞ തവണയും അതിനു മുൻപത്തെ തവണയും, അതായത് 2020-ലും 2015-ലും ഇവിടെ LDF ആണ് ഭരിക്കുന്നത്. എന്നാൽ നിലവിൽ ഇവിടെ കോർപ്പറേഷനിൽ ഡിവിഷൻ മാറിയിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തിൽ ഡിവിഷൻ മാറിയിട്ടുണ്ട്. 28 നിലവിൽ ജില്ലാ പഞ്ചായത്തിൽ ഇവിടെ ഡിവിഷനുകൾ ഉള്ളത്. അധ്യക്ഷ സ്ഥാനം ഇത്തവണ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ വനിതകൾക്കാണ് സംവരണം ചെയ്തിരിക്കുന്നത്. ഒപ്പം 12 ഡിവിഷനുകളിൽ കൂടി ഇവിടെ വനിതാ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി തിരുവനന്തപുരം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്. അവിടെ ഒരു വലിയ ഇടതാധിപത്യമുണ്ട്. 10 ഇടത്തും ഇടതുപക്ഷമാണ്, LDF ആണ് ഭരിക്കുന്നത്. ഒരു ഇടത്ത് മാത്രമാണ് 2020-ൽ UDF-ന് നേടാൻ പറ്റിയത്. അത് വെള്ളനാട് ബ്ലോക്കാണ്. അവിടെ നറുക്കെടുപ്പിലൂടെ, നേരത്തെ കോട്ടയത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ നറുക്കെടുപ്പിലൂടെയാണ് വെള്ളനാട് UDF-ന് കിട്ടിയത്. 8 എന്ന നിലയിലായിരുന്നു ഇവിടെ ഒപ്പത്തിനൊപ്പമായിരുന്നു ഇലക്ഷന് ശേഷമുള്ള LDF-ന്റെയും UDF-ന്റെയും കക്ഷിനില. ഇനി ഗ്രാമപഞ്ചായത്തിലേക്ക് പോവുകയാണെങ്കിൽ 73 ഗ്രാമപഞ്ചായത്തുകളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. അതിൽ മൃഗീയമായ നേട്ടം LDF-നുണ്ട്. 54 ഇടത്ത് LDF ആണ് ഭരിക്കുന്നത്, UDF-ന് 14. 4 ഇടത്ത് കഴിഞ്ഞ തവണ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 4 ഇടത്ത് BJP-ക്ക് ഒറ്റകക്ഷിയാകാൻ, ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ BJP കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഈ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കള്ളിക്കാട് മാത്രമാണ് നിലവിൽ NDA ഭരിക്കുന്നത്. മറ്റിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും ഒക്കെ വന്നുകൊണ്ട് പലപ്പോഴും ഭരണം നേടാൻ കഴിയാത്ത സാഹചര്യം BJP-ക്ക് ഉണ്ടായിരുന്നു. ഇവിടെ പറയേണ്ട ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് മുതാക്കലാണ്. അവിടെ CPM-ഉം CPI-യും തമ്മിലൊരു തർക്കം കൂടി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നഗരസഭയിലേക്ക് പോവുകയാണ്, മുനിസിപ്പാലിറ്റിയിലേക്ക്. തിരുവനന്തപുരം ജില്ലയിൽ 4 നഗരസഭകളാണുള്ളത്. ആറ്റിങ്ങൽ, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, വർക്കല. ഇതിൽ ആറ്റിങ്ങലും നെടുമങ്ങാടും LDF-ന്റെ ഉറച്ച കോട്ടകളാണ്. 30 വർഷമായി LDF ഭരിക്കുന്നുണ്ട് നെടുമങ്ങാട്. പക്ഷേ നിലവിൽ ഭരിക്കുന്ന നെയ്യാറ്റിൻകരയിലും അതുപോലെ തന്നെ മറ്റൊരു വർക്കലയിലും, ഈ 2 സ്ഥലങ്ങളിലും LDF ആണ് ഭരിക്കുന്നത് എങ്കിലും അത് വലിയ ഭൂരിപക്ഷത്തിനല്ല, ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന മേന്മയിലൂടെയും ഒപ്പം സ്വതന്ത്രരുടെ പിന്തുണയോട് കൂടിയുമാണ് ഈ മറ്റു 2 നഗരസഭകളിൽ LDF ഭരിക്കുന്നത്. ഇനി തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കോർപ്പറേഷനാണ്. തലസ്ഥാനം ഉൾപ്പെടുന്ന ആ കോർപ്പറേഷൻ, അതിൻ്റെ ഭരണം വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ LDF-ന്റെ കയ്യിലാണ് ഇവിടെയുള്ളത്. 100-ൽ 51 ഇടത്ത് ജയിച്ചുകൊണ്ടാണ് LDF ഇവിടെ ഭരണം നേടിക്കുന്നത്. തൊട്ട് മുൻപത്തെ തവണ കേവല ഭൂരിപക്ഷം LDF-ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഭരണത്തിൽ എത്താൻ LDF-ന് സാധിച്ചു. നിലവിൽ പുതിയ വാർഡ് പുനഃക്രമീകരണത്തിന് ശേഷം ഇവിടെ 101 വാർഡുകളാണുള്ളത്. വാശിയേറിയ പോരാട്ടമാണ് ഈ തലസ്ഥാനത്തെ ഈ കോർപ്പറേഷന് വേണ്ടി നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.